നെറ്റ്വർക്കിംഗ് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് വയർഡും ഒന്ന് വയർലെസ്സും. ആ വയർഡ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ നിങ്ങൾക്ക് ഒരു ഈത്തർനെറ്റ് സ്വിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ റൂമിൽ കാണിച്ചില്ല ഒരു റൗട്ടർ, ആ അതെ എന്തെങ്കിലും ഒരു ഡിവൈസ് വേണം. അതിനകത്ത് RJ45 പോർട്ട് വേണം. കണക്ട് ചെയ്യുന്ന ആ ഡിവൈസിന്റെ RJ45 പോർട്ട് ഒന്ന് കേബിൾ വഴി അതിലേക്ക് കണക്ട് ചെയ്യാം. അതാണ് ആ വയർഡ്. ഓക്കെ ഇനി ഓക്കെ വയർലെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സെൻട്രൽ യൂസ് ചെയ്യുന്ന ഡിവൈസിന് സിഗ്നൽ ബൂസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. അതിന് ആ SSID. ആ ഈ SSID നമ്മൾ അതിനകത്ത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഡിവൈസിന് വൈഫൈ എനേബിൾ ആണെങ്കിൽ അത് വൈഫൈ വഴി ആ ഇൻഫർമേഷൻ ആ SSID അത് ക്യാപ്ചർ ചെയ്യും. ആ അങ്ങനെ നമുക്ക് ഓക്കെ വയർലെസ് ആയിട്ട് നെറ്റ്വർക്ക് ചെയ്യാം. ഇതാണ് ഏറ്റവും ആ ചുരുക്കം. ഇനി ആ ഒരു ഡിവൈസിൽ തന്നെ വയർഡും ചെയ്യാം വയർലെസ്സും ചെയ്യാം. ആ ഓക്കെ, അപ്പൊ ആ ഡിവൈസിന് വയറും വയർലെസിന്റെയും കപ്പാസിറ്റി വേണം. അപ്പൊ സാധാരണ നമ്മുടെ ഒരു ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ ഒരിഡോഡോ അല്ലെങ്കിൽ വോഡോഫോണ്ടോ നെറ്റ് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് വരും. അതൊരു ആ മോഡം കണക്ട് ചെയ്തിട്ട് ഒന്നിക്ക് അതിൽ നിന്ന് നേരിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിലേക്കോ ലാപ്ടോപ്പിലേക്കോ കിട്ടും. കാരണം ആ ആ ഒരിഡോ ഡിവൈസിന് വൈഫൈ സിഗ്നൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ആ അതല്ല എങ്കിൽ ആ ഡിവൈസിൽ നിന്നും ഈത്തർനെറ്റ് കേബിൾ വഴി നമ്മുടെ ഒരു റൂമിലേക്കോ അല്ലെങ്കിൽ നിയറസ്റ്റ് ലൊക്കേഷനിലേക്കോ വീണ്ടും ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്യും. ആ എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും വൈഫൈ ബൂസ്റ്റ് ചെയ്യും. ആ ഓക്കെ 100 മീറ്റർ ആണ് ഒരു UTP കേബിളിന് നോർമൽ സിഗ്നൽ ബൂസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ആ അത് കഴിഞ്ഞിട്ടും നമുക്ക് ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ അത് കഴിയുന്നതിന് മുൻപായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഡിവൈസ് വെക്കും. ആ എന്നിട്ട് ഡിവൈസിന് വീണ്ടും നമ്മൾ പുതിയൊരു കേബിൾ 90 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. ആ ഇതാണ് നമ്മൾ കാണുന്ന ഒരു ഏറ്റവും മിനിമം നെറ്റ്വർക്ക് ഡിസൈൻ. ഏറ്റവും മിനിമം. ഓക്കെ, ആ ഇതിനകത്ത് നമ്മുടെ കമ്പ്യൂട്ടർ, പിന്നെ ക്യാമറ, പ്രിന്റർ, ലാപ്ടോപ്പ് ഇതൊക്കെ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്ന സ്വിച്ചിനെ വിളിക്കുന്ന പേരാണ് ആക്സസ് സ്വിച്ച്. ആക്സസ് സ്വിച്ച്. ഓക്കെ, ഓക്കെ ഈ ആക്സസ് സ്വിച്ച് സാധാരണ ലെയർ 2 സ്വിച്ച് ആയിരിക്കും. ആ നമ്മൾ ഇന്നലെ കണ്ട പോലെ 2960 9200 ലെയർ 2 സ്വിച്ച്. ഈ ലെയർ 2 സ്വിച്ചുകൾ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്ന അതിന്റെ തൊട്ട് മുകളിലെ സ്വിച്ചാണ് ലെയർ 3 സ്വിച്ച്. ഓക്കെ അതിന് വിളിക്കുന്ന പേരാണ് കോർ സ്വിച്ച്. ഓക്കെ ഓക്കെ, അത് പഴയ മോഡലാണെങ്കിൽ 3560 അല്ലെങ്കിൽ 3640 അതിന്റെ അബവ്. ഇപ്പോഴത്തെ സീരീസ് ആണെങ്കിൽ 9300 ആൻഡ് അബവ് സ്വിച്ച് ആയിരിക്കും. പിന്നെ നമ്മുടെ കോർ സ്വിച്ചിലേക്ക് തന്നെ നമുക്ക് സെർവർ കണക്ട് ചെയ്യാം. ഏറ്റവും പിന്നെ കോർ സ്വിച്ചിന്റെ മേലെ ഫയർവാള്, അതിപ്പോ പാലോവോൾട്ടോ അല്ലെങ്കിൽ സിസ്കോ, ജുനീപ്പർ, സോഫോസ്, ബറാക്കുഡ പല ബ്രാൻഡിന്റെ ഫയർവാൾ ഉണ്ട്. ഈ ഫയർവാളിന്റെ എന്താണ് ഇത്? ഫയർവാളിന്റെ ഫംഗ്ഷൻ എന്താണ്? റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഇപ്പൊ ഫയർവാൾ ഇല്ലെങ്കിൽ ഇന്റർനെറ്റ് നേരിട്ട് കൊടുന്ന് കോർ സ്വിച്ച് കുത്തും. അതിന് പകരം ഫയർവാൾ വഴിയാണ് നമ്മളിത് പാസ് ചെയ്യിക്കുന്നെങ്കിൽ ഫയർവാളിനകത്ത് നമുക്ക് സർവീസുകൾ എഴുതി വെക്കാം. അതായത് എന്ത് ട്രാഫിക് വരുവാണെങ്കിലും അതിനെ ഫിൽട്ടർ ചെയ്യാം. നല്ല ട്രാഫിക് ആണെങ്കിൽ മാത്രം കടത്തി വിടുക. അതായത് ഇതാണ് ഉദ്ദേശിക്കണ മറ്റേ വൈറസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണോ? യെസ്, പലതും ഉണ്ട്. വൈറസ്, വോംസ്, ത്രെഡ്സ്, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, ഫിഷിങ്, മാൽവെയർ അറ്റാക്ക്, പിന്നെ ഇമെയിൽ അറ്റാക്ക്, പലതും ഉണ്ട്. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ചില ഇമെയിലുകൾ വരും, അത് നമ്മുടെ കമ്പനിക്ക് ആവശ്യമില്ലാത്ത ഇമെയിലാണ്. ഇങ്ങനെ ഇത് ഈ ഫയർവാളിനകത്ത് നമ്മൾ എഴുതി കൊടുക്കലാണ്. ഇത് പോളിസീസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്ത് ടൈപ്പ് ഓഫ് പോളിസി വേണം, ഏത് ട്രാഫിക്കിലൊക്കെ. ഇപ്പം നമ്മൾ പറയുവാണ് HTTPS മാത്രം കടത്തിവിട്ടാൽ മതി, സെക്യൂർ ഉള്ളത് മാത്രം. HTTP അൺസെക്യൂർ ആണ്, അത് കടത്തിവിടണ്ട. അല്ലെങ്കിൽ DNS, DHCP, ഇങ്ങനെ ഏത് ടൈപ്പ് ഓഫ് സർവീസുകൾ വേണമെങ്കിലും നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അല്ലെങ്കിൽ പേര് വെച്ച് ഇന്ന വെബ്സൈറ്റുകൾ മാത്രം മതി.
അനാവശ്യ വെബ്സൈറ്റുകളൊന്നും കടത്തിവിടണ്ട. അപ്പൊ അതിന്റെ പേരുകൾ അല്ലെങ്കിൽ അതിന്റെ സാമ്യമായിരിക്കുന്ന ലെറ്ററുകൾ വെച്ചിട്ടൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ഫേസ്ബുക്ക് വർക്കിംഗ് അവേഴ്സിൽ വേണ്ട. ഇങ്ങനെ നമുക്ക് എന്താണോ കമ്പനിക്ക് ആവശ്യമില്ലാത്തത് അതെല്ലാം നമുക്ക് ബ്ലോക്ക് ചെയ്യാം. അതാണ് ഫയർവാളിന്റെ ഫംഗ്ഷൻ. അതാണ് ഫയർവാളിന്റെ ഫംഗ്ഷൻ. പെർമിറ്റ് ആൻഡ് ഡിനേ ദ ട്രാഫിക്. അതിന്റെ മേലെ ഒരു ഗേറ്റ് വേ എന്നൊരു ഡിവൈസ് കാണുന്നത്. ഇത് സാധാരണ ISP കൊടുന്ന് വെക്കുന്ന അവരുടെ ഡിവൈസാണ്. അത് നമ്മൾ CP കസ്റ്റമർ പ്രെമിസസ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദ അല്ലെങ്കിൽ ഒരിഡോടെ ഇന്റർനെറ്റ് വന്ന് കൺവേർട്ട് ചെയ്യുന്ന സാധനം, അല്ലെങ്കിൽ IP ടെലിഫോണിയുടെ കണക്ട് ചെയ്യുന്ന ഡിവൈസ്, ഇങ്ങനെ ISP കൊടുന്ന് വെക്കുന്ന എന്തെങ്കിലും ഒരു ഡിവൈസ്, അതാണ് ഗേറ്റ് വേ. ഇപ്പൊ ചുരുക്കം നമുക്ക് ഇത്ര വേണം. ഇനി ചില കമ്പനികളിൽ ആക്സസ് സ്വിച്ച് ഉണ്ടാവില്ല, പകരം കോർ സ്വിച്ച് മാത്രമേ ഉണ്ടാവും. കോർ സ്വിച്ച് തന്നെയാണ് ആക്സസ് സ്വിച്ചും. രണ്ട് ഫംഗ്ഷനുമായിട്ട് നടക്കും. ഇപ്പൊ ഒരു 20 ഡിവൈസേ കണക്ട് ചെയ്യാനുള്ളൂ. അപ്പൊ 24 പോർട്ടിന്റെ ഒരു ലെയർ 3 സ്വിച്ച് വാങ്ങിയ ആ ലെയർ 3 സ്വിച്ച് സ്വിച്ചിങ്ങും ചെയ്യും റൗട്ടിങ്ങും ചെയ്യും. സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ലെയർ 2, അതായത് ആക്സസ് സ്വിച്ചിന്റെ ഫംഗ്ഷൻ. ഡെസ്ക്ടോപ്പ്, ക്യാമറ, ആക്സസ് പോയിന്റ് ഒക്കെ കണക്ട് ചെയ്യാം. കോർ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ലെയർ 3 നടത്തുക, വ്യത്യസ്ത വീലാനുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക. അപ്പൊ ചില കമ്പനികൾ ഒരു സ്വിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലതിൽ കോർ സ്വിച്ച് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും, ആക്സസ് സ്വിച്ച് സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണ് കോർ സ്വിച്ചില് നിങ്ങളുടെ എഡ്ജ് ഡിവൈസുകളൊന്നും കണക്ട് ചെയ്യില്ല, അതിന് സെപ്പറേറ്റ് ആക്സസ് സ്വിച്ച് തന്നെ വെക്കും. ഇങ്ങനെയാണ് സാധാരണ മിനിമം ഒരു ഡിസൈൻ ചെയ്യുക. ഇനി അതിന്റെ ഡീറ്റെയിൽ, അപ്പൊ നമ്മൾ സാധാരണ ലോക്കൽ ഏരിയ അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ് പറയുക. ഇപ്പൊ ഇതിൽ കാണുന്നത് ഒരു സ്വിച്ചും കുറെ കമ്പ്യൂട്ടറും ഒരു സെർവറൊക്കെ, ഇതിനാണ് നമ്മളൊരു LAN എന്ന് പറയുക, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു സ്വിച്ചോ കൂടുതലും ആവാം, ഇതിലിപ്പോ ഒരു 4 കണക്ഷനേ ഉള്ളൂ. ഇനി 2 ലൊക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഒന്ന് ദോഹയിലും ഒന്ന് ലുസൈലിലും, അല്ലെങ്കിൽ ഒന്ന് ഖത്തറിലും ഏതെങ്കിലും രാജ്യത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്ക് പ്രൈവറ്റ് കണക്ഷൻ വലിക്കും, VPN. അതായത് സാധാ ഇന്റർനെറ്റ് വലിച്ച് ഒരു ഫയർവാൾ വെച്ചിട്ട് VPN എനേബിൾ ചെയ്യും. അതല്ലെങ്കിൽ നമ്മളെ സർവീസ് പ്രൊവൈഡർ ഒരിഡോണ്ടേക്കുന്നോ അല്ലെങ്കിൽ വോഡോഫോണ്ടേക്കുന്നോ ഡെഡിക്കേറ്റഡ് ലൈൻ വാങ്ങിക്കും. പ്രൈവറ്റ് ലൈൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ലീസ് ലൈന്, അങ്ങനെ ആയിട്ട്. പക്ഷെ അതിന് കാശ് കൂടുതലാണ്. നമ്മൾ പറയുന്ന ബാൻഡ് വിഡ്ത്ത് ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ടുണ്ടാവും. ഇപ്പൊ അതിന് നമ്മളൊരു സാധാ ഇന്റർനെറ്റ് വാങ്ങിയിട്ട് ഇന്റർനെറ്റ് വഴി നേരിട്ട് അയച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഹാക്കിങ്ങും അല്ലെങ്കിൽ വൈറസ് ഒക്കെ എഫക്ട് ചെയ്യും. അതിന് പകരം നമ്മൾ ഇന്റർനെറ്റ് വാങ്ങിയിട്ട് അവിടെ ഒരു ഫയർവാൾ വെച്ചിട്ട് അതിലൊരു VPN ചെയ്യും. VPN എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ടൂളാണ്, പ്രോഗ്രാം ചെയ്യുന്ന ഡിവൈസ് ആണ് ഫയർവാൾ. അപ്പം ആലോചിക്കുക, ഈ LAN എന്ന് എഴുതിയിട്ട് അവിടെ ഒരു ഈ വാൻ കേബിൾ കണക്ട് ചെയ്തിരിക്കുന്ന 2 ഡിവൈസ് ഉണ്ടല്ലോ, അത് സാധാരണ. അപ്പൊ സിസ്കോയുടെ 800 സീരീസ് എന്നൊരു റൗട്ടർ ഉണ്ടായിരുന്നു പണ്ട്. ഖത്തറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് VPN വേണ്ടിയിട്ടാണ്. അതിനകത്ത് VPN. അപ്പൊ റൗട്ടിങ്ങിന്റെ ഫംഗ്ഷനും നടക്കും, VPNന്റെ ഫംഗ്ഷനും നടക്കും. VPN എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ ഓഫീസിലേക്ക് ഒരു ഡാറ്റ അയക്കണം. ഇന്റർനെറ്റ് വഴി അയക്കുവാണെങ്കിൽ എനിക്ക് അത്ര സെക്യൂർ അല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്റെ സൈഡില് ഇതുപോലെ ഒരു വാൻ റൗട്ടറോ അല്ലെങ്കിൽ ഫയർവാളോ വെച്ചിട്ട് ഞാൻ എന്റെ സൈഡിൽ VPN ചെയ്യും, നിങ്ങളുടെ സൈഡിൽ നിങ്ങളും VPN ചെയ്യും. അപ്പൊ ഇതില് കണക്ഷൻ പോണ കേബിള് സ്പെഷ്യൽ ഇതിന് മാത്രമായിരിക്കോ? ഇപ്പൊ ഈതർനെറ്റ് കേബിളാണ്. മുമ്പ് എങ്ങനെയായിരുന്നപ്പാ? മുമ്പ് സീരിയൽ കേബിൾ എന്നിട്ട് വേറെ തന്നെ ഒരു ഡെഡിക്കേറ്റഡ് കേബിൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കേബിൾ എല്ലാ ഡാറ്റ പോണ കേബിളിൽ കൂടെ ഇതും പോണെങ്കിൽ പ്രശ്നമല്ലേ? അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മള് ISP വരുന്ന ലൈൻ ഉണ്ടല്ലോ, അത് ഒന്നിക്ക് മിക്കതും ഫൈബർ ലിങ്ക് ആണ് അല്ലേ? ആ ഫൈബർ, ആ കണക്ഷൻ എസ്പെഷ്യലി ഫോർ ഈ ഒരു ഇതിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് വരും. കണക്ഷൻസ് ഇന്റർനെറ്റ് വേണ്ടിയിട്ടുള്ള കണക്ഷന്. ആ കണക്ഷനിലേക്ക് കൂടെ തന്നെ നമുക്ക് VPN കടത്തിവിടാം. മനസ്സിലായി. അപ്പൊ VPNന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പബ്ലിക്
ലൈനിലേക്കൂടെ നമ്മുടെ പ്രൈവറ്റ് പാത്ത് ഉണ്ടാക്കുക. ഓക്കെ ഓക്കെ. അങ്ങനെയാണ് പൊതുവെ എല്ലാവരും ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് നമുക്ക് 2 വ്യത്യസ്ത ലാൻ ഉണ്ട്. 2 ലാനിനെ കണക്ട് ചെയ്യുന്ന വിളിക്കുന്ന പേരാണ് വാൻ. ഓക്കെ ഓക്കെ. ഇനി ഇതൊക്കെ നമ്മൾ ഒരു പ്രോഡക്റ്റ് കാണുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാട്ടോ. ഇങ്ങനെയാണ് പണ്ടോ ഇങ്ങനെ വരുവാണെങ്കിൽ അതിന്റെ ഫയർവാള്, IP ഫോണ്, പിന്നെ ലാപ്ടോപ്പ്, ഇതൊക്കെ അതിന്റെ സിമ്പിൾ ആണ്. അപ്പൊ സാധാരണ സിസ്കോയിൽ ഇങ്ങനത്തെ സിമ്പിൾ വെച്ചിട്ടാണ് പടങ്ങളൊക്കെ വരയ്ക്കുക. ഓക്കെ ഓക്കെ. നമ്മൾ കാണുമ്പോൾ ആ പടങ്ങൾ അങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഇതിനകത്ത് ഈ പറയുന്ന സ്റ്റാർ മുതലുള്ള ടോപ്പോളജിയാണ് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നത്. വെച്ച് കഴിഞ്ഞാലേ ഇതൊക്കെ പണ്ട് കാലത്ത് 1990, 2000 ഘട്ടത്തിൽ ഉണ്ടായിരുന്ന നെറ്റ്വർക്കാണ്. അതായത് ഒരു ഇപ്പൊ ഇതൊന്നുമില്ല. ഇത് ബസ് ടോപ്പോളജി എന്ന് പറയും. ഒരു സിംഗിൾ കേബിൾ, കോയാക്സി കേബിൾ വഴി നെറ്റ്വർക്ക് ചെയ്യുക. ഇത് റിംഗ് ടോപ്പോളജി. ഇത് IBM കൊണ്ടുവന്ന ഒരു ടെക്നോളജിയാണ്. ഇപ്പൊ നിലവിലുള്ള ടെക്നോളജി സ്റ്റാർ. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാർ പോലെ കാണിക്കണം, പക്ഷെ ഇങ്ങനെയല്ല. ശരിക്കും ഒരു സ്വിച്ചിലേക്ക് ഇപ്പൊ നിങ്ങളുടെ റൂമിൽ ഒരു 10 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഫ്രീ സ്പേസിൽ ഒരു ക്യാബിനറ്റ് വെക്കും, അല്ലെ? റാക്കിലേക്ക് ഒരു സ്വിച്ച് വെച്ച്, സ്വിച്ചിന്റെ മേലെ ഒരു പാച്ച് പാനൽ വെച്ച്, എന്നിട്ട് അവിടെ ഡയറക്റ്റ് സ്ട്രക്ചർ കേബിൾ വഴി ഇങ്ങനെ കേബിൾ വലിച്ച് ചുമരിക്കൂടൊക്കെ വലിച്ചിട്ടൊക്കെയാണ് നിങ്ങളെ കമ്പ്യൂട്ടറിന്റെ അടുത്തേക്ക് എത്തിക്കുക, അല്ലേ? അങ്ങനെ വലിച്ചു വന്നാലും നിങ്ങളുടെ എല്ലാ കമ്പ്യൂട്ടറും കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നത് ഒരു സ്വിച്ചിലല്ലേ? അപ്പൊ അതിനെയാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയാം. ഇനിയിപ്പോ ഒരു സ്വിച്ച് മതിയായില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ 35 ഡിവൈസ് 24 പോർട്ടിന്റെ സ്വിച്ച് മതിയാവില്ല. അപ്പൊ ഒന്നിക്ക് 48 പോർട്ടിന്റെ ഒരു സ്വിച്ച് വാങ്ങണം. അതല്ല, തുടക്കത്തിൽ 24 പോർട്ടിന്റെ താഴെയായിരുന്നു നിങ്ങളുടെ റിക്വയർമെന്റ്. പിന്നീട് യൂസ് കൂടിയപ്പോ കമ്പ്യൂട്ടറും വാങ്ങി, പിന്നെ ഒരു സ്വിച്ചും വാങ്ങി. അങ്ങനെ വരുമ്പോ അതിന് വിളിക്കുന്ന പേരാണ് എക്സ്റ്റെൻഡഡ് സ്റ്റാർ ടോപ്പോളജി. കാണുന്നുണ്ടോ? ഒരു സ്വിച്ചിൽ എല്ലാ സ്വിച്ചും കണക്ട് ചെയ്ത്, എന്നിട്ട് എല്ലാ സ്വിച്ചിലും എഡ്ജ് ഡിവൈസുകൾ കണക്ട് ചെയ്ത്. അതിങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ നിങ്ങളൊരു 5 ഫ്ലോറുള്ള ഒരു ബിൽഡിംഗ്, എല്ലാ ഫ്ലോറിലും ഒരു 10-20 ഡിവൈസ് ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്ലോറിലും ഓരോ റാക്ക് വെക്കുക. എന്നിട്ട് എല്ലാ ഫ്ലോറിലെ റാക്കിലും ഓരോ സ്വിച്ച് വെച്ചിട്ട് അതാത് ഫ്ലോറിലെ കമ്പ്യൂട്ടറുകൾ അതാത് ഫ്ലോറിലെ സ്വിച്ചിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ ആണ് IT റൂമെങ്കിൽ കോർ സ്വിച്ച് ഡിഫൈൻ ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ സ്വിച്ചിൽ നിന്നും കോർ സ്വിച്ചിലേക്ക് കേബിൾ കൊണ്ടുവരും. മനസ്സിലായോ? ഇതന്നെ. ഇപ്പൊ നിങ്ങളുടെ ഈ സെൻട്രൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിന്റെ സ്വിച്ച്. ബാക്കി 4 വ്യത്യസ്ത ഫ്ലോർ, എല്ലാ ഫ്ലോറിൽ നിന്നും നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിന്റെ സ്വിച്ചിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ കൊണ്ടുവരുന്നത് എക്സ്റ്റെൻഡഡ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയും. ഇതാണ് ഇപ്പൊ നിലവിൽ നടക്കുന്ന ഡിസൈൻ. സ്റ്റാറും നടക്കുന്നുണ്ട്, പക്ഷെ സ്റ്റാർ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരൊറ്റ സ്വിച്ചിന്റെ ആവശ്യമേ ഉള്ളൂ വിചാരിക്കാം. ഒരു CCTV, 16 ക്യാമറ, ഒരു NVR, ഒരു സ്വിച്ച് എന്ന് പറയുമ്പോൾ സ്റ്റാർ ടോപ്പോളജി ആയി. കാരണം ഒറ്റ സ്വിച്ച്. മൾട്ടിപ്പിൾ ബിൽഡിംഗ്, മൾട്ടിപ്പിൾ ഫ്ലോർ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് സ്വിച്ചിന്റെ എണ്ണം വരുമ്പം എക്സ്റ്റെൻഡഡ് സ്റ്റാർ എന്ന് പറയും. ലാബുകള് സ്റ്റാറും ചെയ്യും എക്സ്റ്റെൻഡഡും ചെയ്യും, കേട്ടോ. പിന്നെ വരുന്നതാണ് മെഷ്. മെഷ് എന്നുള്ളത് ISP സൈഡ് വരുന്നതാണ്. അതായത് ഒരു ഈ റൗട്ടർ A എന്ന് പറയുന്ന ഡിവൈസിലേക്ക് റൗട്ടർ E-ന്ന് എല്ലാ വഴികളും ഉണ്ട്, മൾട്ടിപ്പിൾ പാത്ത് ഉണ്ട്. ഇതാ ഒരു ISP കണക്ഷനാണ്. അതായത് ഒരു ലിങ്ക് ഡൗൺ ആയി കഴിഞ്ഞാലും അടുത്ത ലിങ്ക് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ISP എന്ന് പറയുന്നത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ കണക്ഷൻ, അതല്ലേ ഉദ്ദേശിക്കണം? ഒരിഡോ വോഡാഫോൺ ചെയ്യണ കണക്ഷൻ, അതല്ലേ ഉദ്ദേശിക്കണം? അതെ, ഒരിഡോ, വോഡാഫോൺ, BSNL, അങ്ങനെ ഏതും ആവാം. ജിയോ, ഏത് വേണമെങ്കിലും ആവാം, റിലയൻസ്, ഏതും ആവാം. ഓക്കെ. അപ്പൊ അവര് തമ്മിലുള്ള ഇന്റർ കണക്ടിവിറ്റി, അല്ലെങ്കിൽ ജിയോയുടെ തന്നെ ഇന്റർ കണക്ടിവിറ്റി, അതാണ് ISP സൈഡിൽ വരുന്ന കണക്ടിവിറ്റി ഒക്കെ ഇങ്ങനെയാണ് വരിക. അതായത് ഒന്നിൽ കൂടുതൽ, ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഒന്നിൽ കൂടുതൽ വഴികൾ. ഇപ്പൊ എത്ര മനസ്സിലാക്കുക. നമുക്ക് വാനിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി കുറെ പ്രോട്ടോകോളും കോൺസെപ്റ്റ് ഒക്കെ പഠിക്കാനുണ്ട്. ഹൈബ്രിഡ് നമ്മൾ പൊതുവെ കാണാറില്ല. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ട്, സ്റ്റാറും റിങ്ങും മിക്സ് ചെയ്തിട്ട്.
പിന്നെ നെറ്റ്വർക്ക് മോഡൽ. ഇത് സാധാരണ 2 മോഡലേ ഉള്ളൂ, ഒന്ന് പിയർ ടു പിയറും ഒന്ന് സെർവർ ബേസ്ഡ്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ സാധാ ഒരു നെറ്റ്വർക്ക് ചെയ്യാൻ വിചാരിക്കും. ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്വിച്ചിനകത്ത് ഒരു 5 കമ്പ്യൂട്ടർ കണക്ട് ചെയ്തു. 5 എണ്ണത്തിൽ ഇപ്പൊ പഴയ സ്ലൈഡാണ് കേട്ടോ. 5 എണ്ണത്തിലും ഒരു പക്ഷേ വിൻഡോസ് 2010 ആയിരിക്കാം, അല്ലെങ്കിൽ മിക്സ്ഡ് ആയിരിക്കാം. ഇങ്ങനെ വരുന്നതിന് പിയർ ടു പിയർ, അത് സാധാ നെറ്റ്വർക്ക്. ഇതിനകത്ത് ആരും തന്നെ ഒരു അഡ്മിൻ ഇല്ല, ആരെയും മാനേജ് ചെയ്യാം. ഇനി ഇത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വരാം, ഒരു സിസ്റ്റം സെർവർ, ബാക്കിയെല്ലാം ക്ലയന്റ്. ഇങ്ങനെ തരംതിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 3 ലാപ്ടോപ്പ് ഉണ്ട്. 3 ലാപ്ടോപ്പിനകത്ത് 10ഓ 11ഓ ഇട്ട് ഈ 3 ലാപ്ടോപ്പിന് വേണ്ടുന്ന യൂസർ നെയിമും പാസ്വേഡും തരാൻ വേണ്ടി ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം വേണം. അത് കുറച്ചും കൂടെ ഹെവി സ്പെക്ക് ഉള്ള, കുറച്ചും കൂടി കാശ് കൂടുതലുള്ള കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അതിനകത്ത് സെർവർ ബേസ്ഡ് OS ഇട്ടു, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പം ഇവിടെ വിൻഡോസ് 10, 11 എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു പക്ഷേ വിൻഡോസ് 2003 അല്ലെങ്കിൽ വിൻഡോസ് 2008, 12, 2016, 2022 ഇങ്ങനെ പല OSകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു OS ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെർവർ OS ആയി. പക്ഷെ സെർവർ ആവൂല. സെർവർ ആവണമെങ്കിൽ നമ്മൾ അതിന് കുറച്ച് ഫംഗ്ഷൻ എക്സ്ട്രാ ചെയ്യണം. അതിലെ ഒരു സെർവർ ഫംഗ്ഷൻ ആണ് ഡൊമൈൻ കൺട്രോളർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് സെൻട്രലൈസ്ഡ് മാനേജ് ചെയ്യാൻ കേപ്പബിൾ ആയ ആക്റ്റീവ് ഡയറക്ടറി ഒക്കെ കോൺഫിഗർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സിസ്റ്റം. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഫയൽ സെർവർ എന്ന് പറയും, എല്ലാ സിസ്റ്റത്തിന്റെയും ഫയൽ സെൻട്രലൈസ്ഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അങ്ങനെ പല സർവീസുകളുണ്ട്. അതേതാണെങ്കിലും ആ സർവീസുകൾ ചെയ്യുന്ന സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് സെർവർ OS. ഇപ്പൊ ഇതിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്നുണ്ട്, ഒരു സ്വിച്ചിനകത്ത് പല OSകൾ ഉണ്ട്. ഒരു വിൻഡോസ് 2012 സെർവറും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സെർവർ OS. ഇതിലൊരു OS ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് മാത്രം ഇവരെല്ലാം അവരണ്ടറിൽ വരില്ല, അതിന് എക്സ്ട്രാ പ്രോഗ്രാമിംഗ് ചെയ്യണം. ഇപ്പൊ ഇതിനകത്ത് ഞാൻ കുറച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സെർവർ OS 2016 വരെ, പിന്നെ വിൻഡോസ്. ഈ സെർവർ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിഫറെന്റ് ആയിരിക്കും ഭയങ്കര ഇതിനായിട്ട് സാധാരണ OSനും കാട്ടി? അല്ല, അത് കാണാനൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ സ്പെക്ക് മാച്ച് ആവണം. ഇപ്പോ മിനിമം ഒരു 8 CPU കോർ CPU വേണം ഇതിന്, അല്ലെങ്കിൽ 12 CPU കോർ വേണം. അപ്പൊ എന്നാലേ ഫംഗ്ഷന് കൂടുതൽ സ്പീഡ് ആവുള്ളൂ. സാധാരണ നമ്മളൊരു 8 GB അല്ലെങ്കിൽ ഒരു 16 GB മെമ്മറി ഉള്ള ഒരു ലാപ്ടോപ്പിനകത്ത് ഒരിക്കലും സെർവർ OS ഇൻസ്റ്റാൾ ചെയ്യില്ല, അത് വിളിക്കൂല. അപ്പൊ അതിന് അതിൻ്റെതായ. പിന്നെ പറയുന്ന സെർവറാണ് മെമ്പർ സെർവർ. മെമ്പർ സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് ഒരു സെർവർ ഇവിടെ ഉണ്ട്, DC എന്ന് പറഞ്ഞാൽ ഡൊമൈൻ കൺട്രോളർ. ഡൊമൈൻ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റു കമ്പ്യൂട്ടറുകളെ എങ്ങനെ ലോഗിൻ ചെയ്യണം, എപ്പോ ലോഗിൻ ചെയ്യണം, ലോഗിൻ ചെയ്ത ഓരോ യൂസറും എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യണം എന്ന് നമുക്ക് പ്രീ ഡിഫൈൻഡ് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിന്റെ പേരാണ് DC, ഡൊമൈൻ കൺട്രോളർ. അതിൽ ഒരു ഫീച്ചർ ആണ് ആക്റ്റീവ് ഡയറക്ടറി. ഇനി ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഡൊമൈൻ ഉണ്ട്, അതിന് പുറമെ നിങ്ങൾക്ക് ഒരു DHCP സെർവർ വേണം. ഈ DHCP സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു 50 കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 50 കമ്പ്യൂട്ടറിനും IP വേണം. ഒന്നിക്ക് നിങ്ങൾ 50 കമ്പ്യൂട്ടറിനും മാനുവലി പോയിട്ട് IP സെറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ഈ 50 IP നിങ്ങൾ ഒരു സ്ഥലത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വെക്കണം. ഈ കമ്പ്യൂട്ടറൊക്കെ നെറ്റ്വർക്ക് വഴി ഓട്ടോമാറ്റിക്കലി പോയിട്ട് അവിടെ IP എടുത്തോളൂ. മനസ്സിലായി. നിങ്ങൾ ഈ IP ഒരു സെൻട്രലൈസ്ഡ് IP വെക്കുന്ന സിസ്റ്റത്തിന്റെ പേരാണ് DHCP സെർവർ. അതായത് ആ സെർവർ ചെയ്യുന്ന ഫംഗ്ഷൻ DHCP സെർവർ. ഇമെയിൽ സെർവർ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളെ ഓഫീസിലൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന Office 365 ആണോ? അതെ. അത് ക്ലൗഡ് ബേസ്ഡാ. അതായത് നമ്മുടെ ഓഫീസിനകത്ത് അതിനു വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് സെർവർ. പക്ഷെ ഇമെയില് നമ്മുടെ ഓഫീസിനകത്ത് തന്നെ ഇമെയിൽ സെർവർ ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ അതിനാണ് നമ്മളൊരു ഇമെയിൽ സെർവർ എന്ന് പറയാം. ഇപ്പൊ ക്ലൗഡിലേക്ക്.
പിന്നെ FTP സെർവർ, ഫയല് കീപ്പ് ചെയ്യുന്ന സെർവർ, ഇങ്ങനെ വരുന്ന അഡീഷണൽ സെർവേഴ്സിനെ വിളിക്കുന്ന പേരാണ് മെമ്പർ സെർവർ. മനസ്സിലായി. ഒരു കാര്യം, ഇപ്പൊ ഇതിനൊക്കെ ആവശ്യമുണ്ട്. ഇപ്പൊ ക്ലൗഡ് ആയതുകൊണ്ട് ഇങ്ങനത്തെ സെർവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. DHS, FTP സെർവർ വേണം, ബാക്കിയുള്ള ഒന്നും വേണമെന്നില്ല. FTP ഒന്നും വേണമെന്നില്ല. ഇല്ല, FTP ഒക്കെ നമ്മൾ സാധാരണ ലോക്കലി വെക്കുന്ന കമ്പനി ഉണ്ട് കേട്ടോ. പക്ഷെ ഇമെയിൽ ഒന്നും ലോക്കലി വെക്കലില്ല, ഇപ്പൊ എല്ലാം ക്ലൗഡ്. പിന്നെ ഇത് ഒരു മിനിമം നെറ്റ്വർക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ഒരു കമ്പ്യൂട്ടർ വിത്ത് NIC കാർഡ്, കേബിള്, ഇതൊക്കെ ഒരു മിനിമം നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടുന്ന സാധനങ്ങൾ. UTP അല്ലെങ്കിൽ ഫൈബർ കേബിള്, പിന്നെ സ്വിച്ച്, ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാം. ഈ ഫൈബർ കണക്ടിവിറ്റി ഉള്ള സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഫൈബർ കേബിൾ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് സ്വിച്ചിൽ ചെയ്യാൻ പറ്റും. പോർട്ട് RJ45 പകരം ഫൈബർ പോർട്ട് ആയിരിക്കും. അപ്പൊ ഫൈബറിന്റെ കേബിൾ ഡയറക്ട്ലി കൊണ്ടുവന്ന് അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതിൽ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റില്ല. ആ കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ അതിന് SFP എന്ന് പറയും. SFP മൊഡ്യൂൾ വെക്കേണ്ടി വരും. SCST അല്ലെങ്കിൽ SCLC ഏതെങ്കിലും അല്ലേ? അത് കൂടിയ സ്വിച്ച് ആണല്ലേ ഫൈബർ കണക്ടിവിറ്റി ഉള്ള സ്വിച്ച് എന്ന് പറയുന്നത്? കൂടുതലാണ്. കാണുന്നുണ്ടോ സ്ക്രീന്? ഇതൊക്കെ ഫൈബർ മോഡ്യൂളാണ്. സിസ്കോ 9500 ഈ മോഡലല്ലേ? ഈ മോഡൽ. ഇത് ഒരു ടൈപ്പ് ഓഫ് ആക്സസ്, അല്ലാതെ ഒരു ടൈപ്പ് ഓഫ് ഫൈബർ സ്വിച്ച്. അതിലേക്ക് നമ്മൾ SFP ഇടും. NG-SFP എന്നാണ് പറയുക. ഇതാണ് സ്വിച്ച്. കണക്ടർ വെച്ചിട്ടാണ് അവിടെ SFP കണക്ടറിലേക്ക് കണക്ട്, അല്ലാതെ ഡയറക്റ്റ് പോർട്ട് വരുന്നില്ലല്ലേ? കാണുന്നുണ്ടോ? SFP മോഡ്യൂൾ. ഈ മോഡ്യൂളിനകത്ത് നമ്മൾ SFP ഇടണം. അപ്പൊ നമ്മള് സിസ്കോ 10G SR SFP SFP മോഡ്യൂൾ ഇത് നിങ്ങൾ കണ്ടു കാണും. SFP 10G. അപ്പൊ നമ്മളൊരു കേബിൾ കണക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് സിംഗിൾ മോഡും ഉണ്ട്, മൾട്ടി മോഡും ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മള് ഏതാ കേബിൾ എന്നുള്ളത് പറയുക. ഇപ്പൊ ഒരു 2 കിലോമീറ്ററിന്റെ എബോ ഒക്കെ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ സിംഗിൾ മോഡ് എന്ന് പറയും. അതിന്റെ താഴെ ആണെങ്കിൽ മൾട്ടി മോഡ് മതി. ഒരു റൂമിൽ തന്നെ കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ. ഇത് ഒരു സിസ്കോ സ്വിച്ച് ആണ്. ഇവിടെ നമ്മൾ താഴെ നോക്കിയാൽ കാണാം വേറെ ഒരു റൗട്ടറും സ്വിച്ചൊക്കെ വെച്ചിട്ടുള്ള ഒരു റാക്കിന്റെ ഫോട്ടോ. ഇത് പിന്നെ അതിന്റെ സിമ്പിൾ. ഇപ്പൊ സ്വിച്ച് ഫിസിക്കലി ഇങ്ങനെയാണ്, പക്ഷെ നമ്മൾ പടം വരയ്ക്കുമ്പോൾ സ്വിച്ച് ഇങ്ങനെ വരയ്ക്കുക. റൗട്ടറിന്റെ സിമ്പിള്. ഇതൊരു OSI റെഫറൻസ്. ഇത്ര കോൺസെപ്റ്റ് മനസ്സിലായോ? ഇത് ഒരു OSI റെഫറൻസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള എന്റെ തിയറി പറയാം. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നിട്ട് ചെയ്യാമെന്ന് നോക്കണം. അത് വലിയൊരു തിയറി കോൺസെപ്റ്റാണ്. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ഡാറ്റ അയക്കുകയാണ് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഒരു സെക്കൻഡ്. അപ്പോ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ 7 ലെയറും കടന്നിട്ടാണ് അപ്പുറത്തേക്ക് പോവുക. ഇത് കമ്പ്യൂട്ടറിന്റെ അകത്തുള്ള ഫംഗ്ഷൻ ആണ് കേട്ടോ. അതിൽ ഫിസിക്കൽ ലെയർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അതായത് കേബിള്. തിരിച്ച് നിങ്ങളുടെ റിസീവറിന്റെ കമ്പ്യൂട്ടറിൽ പോകുമ്പോൾ വീണ്ടും ചുരുങ്ങി അവസാനം ഡാറ്റ മാത്രം ബാക്കിയാവും. ഡാറ്റയ്ക്ക് പുറമെ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഓരോ ഇൻഫർമേഷൻസും അതാത് ലെയറിന്റെ ഓരോ കണ്ടന്റുകളാണ്. ഉദാഹരണത്തിന് നിങ്ങൾ നെറ്റ്വർക്ക് ലെയറിൽ എത്തുമ്പോൾ നിങ്ങളുടെ ഡാറ്റന്റെ കൂടെ IP അഡ്രസ് ആഡ് ചെയ്യണം. ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ ഡാറ്റന്റെ കൂടെ TCP ആഡ് ചെയ്യും. TCP കേട്ടില്ലോ? TCP IP എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അതാണ് നമ്മളെ നെറ്റ്വർക്ക് മൊത്തം ചെയ്യുന്ന ഒരു സംഭവം. ഓക്കെ, അപ്പോ അപ്ലിക്കേഷൻ ലെയറിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ആലോചിക്കുക. അതായത് നിങ്ങൾ ഒരു വേർഡ് ഫയൽ ഉണ്ടാക്കി. ഓക്കെ,
ഓക്കെ ഒരു ഫയൽ ഉണ്ടാക്കുന്നതും സേവ് ചെയ്യുന്നതൊക്കെ അപ്ലിക്കേഷൻ ലെയറിലാണ്. അതൊരു ലോജിക്കൽ കോൺസെപ്റ്റ്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അയക്കാൻ നോക്കുമ്പം അയക്കാൻ ഇതിന്റെ ഈ ഇന്റർനെറ്റ് നെറ്റ്വർക്കിംഗ് വേൾഡിനകത്ത് എന്തൊരു സാധനം പോയി വരണമെങ്കിലും അതിനൊരു കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒരാൾ വേണം. അയാളെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോകോൾസ്. HTTP എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതൊരു പ്രോട്ടോകോൾ ആണ്. പക്ഷെ ഓരോ ലെയറിലും പ്രോട്ടോകോൾ ഉണ്ട്. ഈ HTTP എന്ന് പറയുന്നതും DHCP, DNS, FTP ഇതൊക്കെ അപ്ലിക്കേഷൻ ലെയറിലെ പ്രോട്ടോകോളാണ്. ഓക്കെ, ഒന്നും തന്നെ തനിയെ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ട്രാൻസ്പോർട്ട് ലെയറിൽ എത്തുമ്പോ TCPന്റെ കൂടെ ജോയിൻ ചെയ്യും. പിന്നൊക്കെ TCP ആണ് കൊണ്ടുപോവുക. TCP അതിന് കൂട്ടിയിട്ട് പോകും. അപ്പൊ ട്രാൻസ്പോർട്ട് ലെയറിൽ TCP ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നെറ്റ്വർക്ക് ലെയറിലേക്ക് വരും. നെറ്റ്വർക്ക് ലെയറിലേക്ക് എത്തുമ്പോൾ ഏത് IP-യിൽ നിന്ന് ഏത് IP-യിലേക്ക് എന്നുള്ള ഫ്രമും ടൂവും IP ഇൻഫർമേഷൻസ് ആഡ് ചെയ്യും. പിന്നെ അത് ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് വരും. ഡാറ്റ ലിങ്ക് ലെയറിൽ നിന്ന് ഫ്രമിന്റെയും ടൂവിന്റെയും MAC അഡ്രസ് ആഡ് ചെയ്യും. എന്നിട്ട് ആണ് ഇത് ഫിസിക്കൽ ലെയർ വഴി അയക്കുക. ഇവിടുന്ന് ആഡ് ചെയ്യും എന്നുള്ള ചോദ്യം നമുക്ക് കാണാൻ പറ്റില്ല. കമ്പ്യൂട്ടറിനകത്ത് ഡിവൈസിനകത്ത് നടക്കുന്ന ബിൽറ്റ് ഇൻ പ്രൊസീജിയേഴ്സ് ആണത്. ഓക്കെ, അങ്ങനെ 7 ലെയറും കഴിയുമ്പോൾ ഓരോ ലെയറിലും ഇൻഫർമേഷൻസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ സൈസ് കൂടുക. ഓക്കെ, ഇതില് ഇപ്പൊ എക്സാമ്പിൾ ഇതുണ്ടോ TCP/IP മോഡ്. ഇപ്പൊ ഇതിനകത്ത് അപ്ലിക്കേഷൻ ഇതിനെ ലെയർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ലെയർ 3 നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ IP അഡ്രസ്. ലെയർ 2 എന്നാണ് പറയുക. നമ്മൾ ഒരിക്കലും പേര് അധികം ഡിഫൈൻ ചെയ്യില്ല. നെറ്റ്വർക്ക് ലെയർ എന്ന് പറയുന്നതിന് പകരം ലെയർ 3 എന്ന് പറയും. ലെയർ 3 IP ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഒക്കെ ലെയർ 3 ഡിവൈസ് ആണ്. ഉദാഹരണത്തിന് റൗട്ടർ. ഓക്കെ, ഇനി ലെയർ 2 എന്ന് പറയുന്നത് MAC അഡ്രസ് ആണ്. MAC അഡ്രസ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതൊക്കെ ലെയർ 2 ഡിവൈസ് ആണ്. ഉദാഹരണത്തിന് സ്വിച്ച്. ലെയർ 1 എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊന്നും ചിന്തിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത എന്ത് തന്നാലും അത് അതുപോലെ സ്വീകരിച്ച് അതുപോലെ അയച്ചു കൊടുക്കുന്ന ഡിവൈസിനെയാണ് ലെയർ 1 ഡിവൈസ്. ഉദാഹരണത്തിന് കേബിള്, അതല്ലെങ്കിൽ ഹബ്ബ്, റിപ്പീറ്റർ. ഇതിനൊന്നും സ്വന്തമായിട്ട് ചിന്തിക്കാനോ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഇവിടെ ഞാൻ ഒരു ഡീറ്റെയിൽ ഇങ്ങനെ കൊടുത്തത് ഡീറ്റെയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് അപ്ലിക്കേഷൻ ലെയറിന്റെ പ്രൊഡക്റ്റുകൾ. വേർഡ്, എക്സൽ, പിന്നെ ഇമെയില്, ഫയൽ ട്രാൻസ്ഫർ, ഇതൊക്കെ അപ്ലിക്കേഷൻ ലെയർ ഫംഗ്ഷൻ ആണ്. അതായത് നിങ്ങൾ എന്തുണ്ടാക്കുന്നു, എന്ത് ടൈപ്പ് ചെയ്യുന്നു, അതൊക്കെ ആപ്ലിക്കേഷൻ ആണ്. പ്രസന്റേഷൻ ലെയറിനകത്ത് നിങ്ങൾ സേവ് ചെയ്യുമല്ലോ. സേവ് ചെയ്യുമ്പോൾ ഏത് ഫോർമാറ്റ് ആണോ കൊടുക്കുന്നത് അത് പ്രസന്റേഷൻ ലെയർ ആണ്. .txt, വേർഡിന്റെ ഡോട്ട്, അങ്ങനെ എന്താണോ അത്. പ്രസന്റേഷൻ ലെയറിൽ ഇതിന്റെ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് നടക്കുന്നത്. അത് എൻകോഡിങ് ഡീകോഡിങ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഇംഗ്ലീഷിനെ കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്കും നമ്മൾ ബൈനറി ലാംഗ്വേജ് എന്നൊക്കെ പറയും. ഇതിനെ തിരിച്ച് വീണ്ടും കമ്പ്യൂട്ടർ ലാംഗ്വേജിലേക്ക് ആക്കുന്നതും ഒക്കെയാണ് ഈ എൻകോഡിങ് ഡീകോഡിങ്. മനസ്സിലായോ? നിങ്ങൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിന്റെ ഭാഷയിലേക്ക് മാറ്റുന്നത് ആണ് എൻകോഡിങ്. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കാണാം എൻക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾ അയക്കുന്ന കണ്ടന്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കല്ലാതെ വേറെ ആൾക്കും വായിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻക്രിപ്ഷൻ. കംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ ഇപ്പോൾ ഒരു 5 GB ഉണ്ടെങ്കിൽ അതൊരു 4 GB ആക്കിയിട്ട് കംപ്രസ് ചെയ്യും. നമ്മൾ വിൻസിപ്പ് ഒക്കെ ഉപയോഗിച്ചാ വിൻറാർ, അതാണ് കംപ്രഷൻ. ഇതൊക്കെ നടക്കുന്നത് പ്രസന്റേഷൻ ലെയറിലാണ്. ഓക്കെ, ഇനിയാണ് പ്രോട്ടോകോൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് പറഞ്ഞത്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു വണ്ടിയും ഒരു വഴിയും. നിങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊരു സാധനവും അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അത് കൊണ്ടുപോകാൻ ഒരാൾ വേണം. എക്സാമ്പിൾ HTTP, അതാണ് വെബ്, www പോകുന്നത്.
ഇനി HTTP കൊണ്ടുപോകാൻ ഒരു പോർട്ട് വേണം, ഒരു വഴി വേണം. ഓക്കെ, അപ്പൊ മൊത്തം 65,535 പ്രോട്ടോകോൾസ് ഉണ്ട്. ഓക്കെ, അത്ര തന്നെ വഴികളും ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പോർട്ട് നമ്പർ 80 എന്ന് പറയുന്നത് HTTP പോർട്ട് നമ്പറാണ്. ഓക്കെ, അതേപോലെ പോർട്ട് നമ്പർ 500 എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല എവിടെയെങ്കിലും? എന്ന് പറയുന്നത് VPN പോർട്ട് നമ്പറാണ്. ഖത്തറിൽ അത് ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ നമ്മള് VPN ഒക്കെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ട് നമ്പർ 500 ആണ് എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് പ്രോട്ടോകോൾസിന്റെ കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടോകോളും അതിന്റെ യൂസേജും അതിന്റെ പോർട്ട് നമ്പറും. പിന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പോർട്ട് നമ്പർ കാണാം. ഇത് റണ്ണ് പോയിട്ട് അടിക്കണം. അപ്പൊ അവിടെ ഉണ്ടാവും. ഇതൊരു നോട്ട് പാഡ് ഫയലാണ്. ഇത് കമാൻഡിലാണോ അടിച്ചേണ്ടോ? അല്ല, നിങ്ങള് റണ്ണ് പോയിട്ട് അടിച്ചോ, വിൻഡോസ് 6 അടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കയറാം. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളത് സെഷൻ ലെയർ. ഇതൊക്കെ ബിൽറ്റിൻ ആണ് കേട്ടോ. സെഷൻ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹാഫ് ഡ്യൂപ്ലെക്സ്, ഫുൾ ഡ്യൂപ്ലെക്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അത് സിംപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം പറയോ, തിരിച്ചു പറയാൻ പറ്റില്ല. അപ്പൊ റേഡിയോ നമ്മളോട് പറയും, നമുക്ക് തിരിച്ച് റേഡിയോയോട് പറയാൻ പറ്റില്ല. ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോക്കി ടോക്കി, ഒരു സൈഡ് മാത്രം ഒരു ടൈം സംസാരിക്കുക. പിന്നെ ഫുൾ ഡ്യൂപ്ലെക്സ് നിങ്ങളുടെ ഫോണ്. അപ്പൊ ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ വായിക്കുന്ന ഡിവൈസുകൾ മൊത്തം ഫുൾ ഡ്യൂപ്ലെക്സ് ആണ്. ആണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ ഹാഫ് ഡ്യൂപ്ലെക്സ് ഒക്കെ ആക്കി നോക്കാം. അപ്പൊ അങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ആ ലെയറിലാണ് ഉണ്ടാവുക, സെഷൻ ലെയറിൽ. ഇതൊന്നും ഡീപ്പായിട്ട് വരില്ല, പക്ഷെ ഒരു കോൺസെപ്റ്റിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഫൈൻ. ഇനി